യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലും എന്നരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിൻ്റെ വലത്തെ ചെകിടത്ത് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യാകരിച്ച് നിൻ്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിൻ്റെ മേലങ്കിയും കൂടി കൊടുക്കുക. ഒരുവൻ നിന്നെ 1 മൈൽ ദൂരം വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 മൈൽ ദൂരം അവനോട് കൂടെ പോകുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു കളയരുത്. പ്രൈസ് ലോർഡ്. കൂടുതൽ പകരത്തിന് പകരം ചെയ്യാതിരിക്കുവാനുള്ള ഒരു പഴയ നിയമ ചട്ടമാണ് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 24-5 വാക്യങ്ങൾ പറയുന്നത്, കണ്ണിന് പകരം കണ്ണും, പല്ലിന് പകരം പല്ലും, കൈക്ക് പകരം കൈയും, കാലിന് പകരം കാൽ, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, അടിക്ക് പകരം അടി എന്നീ ക്രമത്തിൽ ശിക്ഷ നടപ്പാക്കണം. സ്തോത്രം. ഈ നിയമം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ന്യായാധിപന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടിയായിരുന്നു. അത് കുറ്റത്തേക്കാൾ വലിയ ഒരു ശിക്ഷ ഒരു ന്യായാധിപനും ഒരു കുറ്റവാളിക്ക് കൊടുക്കരുത്. സ്തോത്രം. നാം വായിച്ച മത്തായിയുടെ സുവിശേഷം 5:39 നോക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിൻ്റെ വലത്തെ കന്നത്ത് അടിക്കുന്നതിന് മറ്റേതും കാണിച്ചു കൊടുക്കുക. യേശുവിൻ്റെ കാലത്തുള്ള യഹൂദ നേതാക്കൾ ഈ ചട്ടത്തിന് ഒരു തെറ്റായ അർത്ഥം നൽകിയിരുന്നു. വ്യക്തിപരമായ മുറിവുകൾക്ക് പകരം ചോദിക്കുവാൻ അനുവദിക്കുന്നുണ്ടെന്നവർ പഠിപ്പിച്ചു. എന്നാൽ യേശു പഠിപ്പിച്ചത് വ്യക്തിപരമായി പകരം ചോദിക്കരുത് എന്നതാണ്. സ്തോത്രം. അതായത് ദുഷ്ടനോട് എതിർക്കരുത്. നാം ഇവിടെ യേശുവിൻ്റെ രീതി മനസ്സിലാക്കണം. ന്യായാധിപന്മാരും പോലീസുകാരും ദുഷ്ടനെ എതിർക്കേണ്ട എന്നല്ല, അത് എതിർക്കേണ്ടത് ആവശ്യമാണ്. നിയമം ലംഘിക്കുന്ന ഒരു ജോലിക്കാരന് മതിയായ ശിക്ഷ നൽകേണ്ടത് ഭരണാധികാരികളുടെ ചുമതലയാണ്. വിദ്യാർത്ഥികളെ അച്ചടക്കം പഠിപ്പിക്കേണ്ടത് ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അധികാരത്തിലിരിക്കുന്നവരുടെ അച്ചടക്കവും ശിക്ഷയും നാം സ്വീകരിക്കണം. റോമാലേഖനം 13:1-2 വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ, മേലധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ദൈവത്താലല്ലാതെ ഒരു അധികാരവും ആർക്കും കൊടുത്തിട്ടില്ല. നിലവിലുള്ള അധികാരികളെയും നേതാക്കന്മാരെയും ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ആകയാൽ അധികാരത്തോട് എതിർക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് എതിർക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് അധികാരത്തോട് എതിർക്കുന്നവൻ ദൈവവ്യവസ്ഥയോടാണ് എതിർക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വിളിച്ചു വരുത്തുന്നു. എല്ലാ അധികാരങ്ങളും ആധ്യാത്മികമായി ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. നാം ഏത് അധികാരത്തെക്കുറിച്ച്, അതായത് രാജാവോ പ്രസിഡന്റോ പട്ടാള മേധാവിയോ ഒരു നിയമം പാസാക്കിയാൽ അവരുടെ അധികാരം മൗലികമായി ദൈവത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള അധികാരികളുടെ നിയമത്തെ ധിക്കരിക്കുമ്പോൾ നാം ദൈവത്തെയാണ് ധിക്കരിക്കുന്നത്. നാം ദൈവത്തിന് കീഴ്പ്പെടുന്നത് പോലെ തന്നെ എല്ലാ അധികാരങ്ങൾക്കും കീഴ്പ്പെട്ടിരിക്കണം. നാം എല്ലാ അധികാരത്തിനും, അതായത് എല്ലാ ഭരണാധികാരികൾക്കും, തൊഴിലുടമകൾക്കും, മാതാപിതാക്കന്മാർക്കും അനുസരണം കാണിക്കണം. സ്തോത്രം. അതുപോലെ തന്നെ സഭയിലെ പാസ്റ്റർമാരെയും മൂപ്പന്മാരെയും സഭാ നേതാക്കന്മാരെയും നാം അനുസരിക്കണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ ഉദ്ദേശിച്ച് പറയുന്നത് ഭരണതലത്തിലിരിക്കുന്നവരെ കുറിച്ചിട്ടാണ്. സ്തോത്രം. അതായത് ദൈവം നമ്മുടെ നേതാക്കൾക്ക് അധികാരം നൽകി എന്ന് മാത്രമല്ല,
അവർ അവരുടെ കീഴിലുള്ള ജനത്തിൻ്റെ ക്ഷേമം നടത്തുന്നതിനായി അവരെ അവരുടെ സ്ഥാനങ്ങളിൽ നിയമിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത്, അധികാരത്തിലുള്ള ഒരു വ്യക്തി തിന്മ ചെയ്താൽ, അല്ലെങ്കിൽ തിന്മ ചെയ്ത് ദൈവകൽപ്പനകളെ ലംഘിച്ചാൽ നാം എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം അധികാരത്തെ അനുസരിക്കണമോ വേണ്ടയോ? വേണ്ട. അതിനുള്ള കാരണം, ഇങ്ങനെയുള്ള അധികാരികൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്ന സാഹചര്യത്തിൽ നാം അനുസരിക്കേണ്ടതില്ല. ദൈവിക പ്രമാണങ്ങളും മാനുഷിക പ്രമാണങ്ങളും ഏറ്റുമുട്ടുമ്പോൾ നാം ദൈവിക പ്രമാണമാണ് അനുസരിക്കേണ്ടത്. എന്നിരുന്നാലും മിക്ക മാനുഷിക അധികാരങ്ങളും എടുത്തു പറയത്തക്കവണ്ണം ദുഷ്ടത നിറഞ്ഞതല്ല. അവരുടെ മിക്ക നിയമങ്ങളും ദൈവിക പ്രമാണങ്ങൾക്കെതിരല്ല. തീത്തോസിൻ്റെ ലേഖനം 3:1 പറയുന്നത്, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിക്കുവാനും സകല സൽപ്രവൃത്തികൾക്കും ഒരുങ്ങിയിരിക്കുവാനും അവരെ ഓർമ്മപ്പെടുത്തുക. മതിയായ കാരണം കൂടാതെ ഗവൺമെൻറ്റിനെ എതിർക്കരുത്. കഴിയുന്നിടത്തോളം ദൈവിക പ്രമാണങ്ങളെ എതിർക്കാത്ത സർക്കാർ നിയമങ്ങൾ നാം അനുസരിക്കണം. നാം വായിച്ച വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ യേശു പ്രസ്താവിച്ചത് വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ്. ഒരാൾ വ്യക്തിപരമായി നമ്മെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിനെതിരായി പകരം വീട്ടരുത്. മറിച്ച് കർത്താവിൻ്റെ മാതൃക നാം സ്വീകരിക്കണം. നാം അയാളോട് ക്ഷമിക്കണം. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന അവിടെ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. സ്തോത്രം. ദുഷ്ടനോട് എതിർക്കരുത്. ഈ പറച്ചിലിൻ്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം. നാം ശത്രുവിനെ സ്നേഹിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. നാം കരുണയുള്ളവരും സൗമ്യതയുള്ളവരുമായിരിക്കണം. നാം നമ്മെ തന്നെ ന്യായീകരിച്ച് നമ്മുടെ പ്രയോജനം മാത്രം ചിന്തിക്കുന്നവരായിരിക്കരുത്. കർത്താവിൻ്റെ ഈ പ്രസ്താവന ഏത് തരത്തിലുള്ള തെറ്റ് നമ്മോട് ചെയ്താലും നാം പകരം വീട്ടരുത്. സ്തോത്രം. പകരം ദൈവത്തിനുള്ളതാണ്. സ്തോത്രം. അത് ആരെങ്കിലും പകരം വീട്ടുവാൻ നമ്മോട് വന്നാൽ നാം തെറ്റുകൾ സ്വീകരിക്കുന്നതിന് ഒരുക്കമുള്ളവരുമായിരിക്കണം. ആരെങ്കിലും നമ്മെ അടിച്ചാൽ രണ്ടാമതൊരിക്കൽ കൂടി നമ്മെ അടിക്കുന്നതിന് നാം ഒരുങ്ങിയിരിക്കണം. ആരെങ്കിലും നമ്മെ നിന്ദിച്ചാൽ നാം നമ്മെ തന്നെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയും വരുത്. 1 പത്രോസിൻ്റെ ലേഖനം 2:19 20 വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോഭാവം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകും. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് പ്രയോജനം? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടാണല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു നല്ല മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. സ്തോത്രം. റോമാലേഖനം 12:19 പറയുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം ദൈവത്തിനുള്ളത്. ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. എന്നാൽ നിൻ്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലയ്ക്ക് മേൽ തീക്കനൽ കുന്നിക്കും. സ്തോത്രം. നന്മയാൽ തിന്മയെ ജയിക്കുക. നന്മയാൽ തിന്മയെ നാം ജയിക്കണം. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി വാദിച്ചുകൊള്ളും. അവൻ പകരം വീട്ടിക്കൊള്ളും. അതായത് ദൈവം ശരിയായ ന്യായാധിപതിയാണ്. ശരിയായ രീതിയിൽ മാത്രമേ ന്യായം വിധിക്കുകയുള്ളൂ. എന്നിരുന്നാലും എല്ലാ അവസരങ്ങളിലും നമുക്ക് മറ്റേ ചെകിട് കാണിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഒരു മദ്യപാനി നമ്മെ അടിച്ചാൽ നാം ന്യായം പറയണം. വിസ്താര സമയത്ത് യേശു മറ്റേ ചെകിട് കാണിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം
18:23 കർത്താവ് അവിടെ ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. യേശു തൻ്റെ കന്നത്തടിച്ചവരോട് പറയുന്നത്, ഞാൻ ദോഷമായി സംസാരിച്ചു എങ്കിൽ തെളിവ് കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ എന്തിനു തല്ലുന്നു. യേശു തന്നെ തല്ലിയ ഉദ്യോഗസ്ഥനോട് എതിർത്തു. ആ ഉദ്യോഗസ്ഥൻ ദൈവത്തെ നിന്ദിക്കുകയായിരുന്നു. വിസ്താരം തന്നെ നിയമവിരുദ്ധമായിരുന്നു. യേശു തൻ്റെ മഹത്വത്തിനായി വാദിച്ചില്ല, ദൈവനാമ മഹത്വത്തിനായിട്ടാണ് സംസാരിച്ചത്. മതിയാകുന്ന രീതികളിൽ നാം എപ്പോഴും ദൈവനാമ മഹത്വം കരയറ്റണം. പക്ഷേ നാം സ്വന്തം മഹിമയ്ക്കല്ല, ദൈവനാമ മഹത്വത്തിനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 22:26-27 വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ, നീ കൂട്ടുകാരൻ്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മടക്കി കൊടുക്കണം. അതുമാത്രമല്ലോ അവൻ്റെ പുതപ്പ്. സ്തോത്രം. അതുമാത്രമല്ല, അവൻ്റെ ശരീരം മൂടുന്ന വസ്ത്രം അത് മാത്രമേ ഉള്ളൂ. അവൻ പിന്നെ എന്തുകൊണ്ട് പുതച്ച് കിടക്കും? അവൻ എന്നോട് നിലവിളിക്കും, ഞാൻ കൃപയുള്ളവനാണ്, ഞാനപ്പോൾ പകരം ചോദിക്കും. ഇവിടെ യേശു രണ്ടാമത് ഒരു ഉദാഹരണം പ്രസ്താവിക്കുന്നത്, യഹൂദ ചട്ടമനുസരിച്ച് ഒരാൾക്ക് കടം തിരിച്ചു നൽകുവാൻ കഴിയാതെ വന്നാൽ അയാൾ കടംപെട്ട പണത്തിൻ്റെ സ്ഥാനത്ത് തൻ്റെ അകക്കുപ്പായം ഊരി നൽകേണ്ടിയിരുന്നു യേശുവിൻ്റെ കാലത്ത്. എന്നാൽ പുറക്കുപ്പായം നൽകേണ്ടിയിരുന്നില്ല. എന്നാൽ യേശു പഠിപ്പിച്ചത് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. നിങ്ങളോട് ആവശ്യപ്പെടുന്നതിൽ കൂടുതൽ നൽകുവാൻ ആണ് യേശു പഠിപ്പിച്ചത്. സ്തോത്രം. അതായത് നിയമം അനുശാസിക്കുന്നതിൽ കൂടുതൽ നാം നൽകേണ്ടിയിരുന്നു. നിയമം നമുക്ക് അനുകൂലമാണെങ്കിൽ പോലും സ്വന്തമായിട്ട് നാം ഒന്നും സൂക്ഷിക്കരുത്. നമുക്ക് ലഭിച്ചിട്ടുള്ളതൊന്നും സ്വന്തമല്ല. യേശുവിൻ്റെ കാലത്ത് ഇസ്രായേലും മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള മിക്ക രാജ്യങ്ങളിലും റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു. ഇസ്രായേൽ ഒരു കോളനിയായിരുന്നു, റോമക്കാർക്ക് റോമൻ കോളനിയായിരുന്നു. അന്നത്തെ റോമ നിയമം അനുസരിച്ച് ഒരു റോമ പടയാളിക്ക് ഈ കോളനിയിലുള്ള ഏതെങ്കിലും കോളനിയിലുള്ള താമസക്കാരോട് അയാളുടെ പെട്ടിയുമായി, അതായത് അയാളുടെ പാണ്ടക്കെട്ട്, അതായത് അവരുടെ ഈ യുദ്ധത്തിനുള്ള പടക്കോപ്പുകളുമായി 1 മൈൽ നടക്കുവാൻ, ചുമന്നുകൊണ്ട് 1 മൈൽ നടക്കുവാൻ ആവശ്യപ്പെടുമായിരുന്നു. അതിനുശേഷം അടുത്ത 1 മൈലിൽ കൂടുതൽ ദൂരം അവന് സഞ്ചരിക്കേണ്ടതുണ്ടെങ്കിൽ അടുത്ത 1 മൈൽ അവൻ്റെ പെട്ടി ചുമക്കുവാൻ മറ്റൊരു വ്യക്തിയെ ഈ പടയാളിക്ക് കണ്ടെത്തേണ്ടിയിരുന്നു. എന്നാൽ യേശു പഠിപ്പിച്ചത്, ഒരു പടയാളി 1 മൈൽ അവൻ്റെ പാണ്ടക്കെട്ടുമായി ചുമന്നുകൊണ്ട് നടക്കുവാൻ ആവശ്യപ്പെട്ടാൽ അടുത്ത 1 മൈൽ കൂടി നടക്കുവാനാണ് നാം സന്നദ്ധത കാണിക്കണം. നമ്മുടെ കടമയേക്കാൾ, ആചാരങ്ങളെക്കാൾ കൂടുതൽ ചെയ്യാൻ നാം മനസ്സുള്ളവരായിരിക്കണം. ലോകമനുഷ്യർ കടമ മാത്രം നിർവഹിക്കുന്നു. നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കേണ്ടത് ക്രിസ്ത്യാനികൾ കൂടുതൽ ചെയ്യുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. നാം വായിച്ച 22 വാക്യത്തിലേക്ക്, മത്തായിയുടെ സുവിശേഷം 5:42 നാം നോക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക. സ്തോത്രം. ഇവിടെ യേശു എന്തർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്? ആളുകൾ ചോദിക്കുന്നത് എന്തും എപ്പോഴും നൽകണോ? വേണ്ട. അപ്പോസ്തലപ്രവൃത്തി 3:6 പറയുന്ന അപ്പോസ്തലൻ പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. സ്തോത്രം. ഒരു കൊച്ചുകുട്ടി നല്ല മൂർച്ചയുള്ള ഒരു കത്തി ചോദിച്ചാൽ നാം നൽകുകയില്ല, നൽകേണ്ടതില്ല. നന്നായി ജോലി ചെയ്യുവാൻ ആരോഗ്യമുള്ള ഒരാൾക്ക് ഭിക്ഷ നൽകേണ്ടതില്ല. 2 തെസ്സലോനിക്ക ലേഖനം 3:10 പറയുന്നത്, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുതെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് തുടർന്ന് പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ
അത് ഈ നിയമം ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. സ്തോത്രം. നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക. സ്തോത്രം. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം, കർത്താവ് ഇങ്ങനെ പ്രസ്താവിച്ചതിൻ്റെ അർത്ഥം നമ്മുടെ പണവും വസ്തുവകളും നമ്മളുടേതല്ല. അത് ദൈവത്തിൻ്റെ വകയാണ്. നാം നമ്മുടെ സ്വത്തിൻ്റെ കാര്യവിചാരകന്മാർ മാത്രമാണ്. നാം ഇല്ലാത്തവരായിരിക്കണം. മനുഷ്യൻ സ്വാഭാവികമായി ചെയ്യുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും സ്വാർത്ഥതയിൽ നിന്നാണ് വരുന്നത്. അതായത് താല്പര്യങ്ങളും സ്വയസ്നേഹവും നാം ചെയ്യുന്നത് നമുക്കായി തന്നെയാണ്. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ പാപത്തിൻ്റെയും അസന്തുഷ്ടിയുടെയും മൂലകാരണം മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ്. സ്വാർത്ഥത മൂലം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടുപോയി. ക്രിസ്തു നമ്മെ സ്വാർത്ഥതയിൽ നിന്ന് രക്ഷിക്കുന്നതിനും ദൈവത്തോട് നിരപ്പിക്കുന്നതിനുമായി വന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത ക്രിസ്തുവിന് തന്നെ വേണ്ടി നാം ജീവിക്കണം. സ്തോത്രം. കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചു. ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ഒരാൾ തനിക്കായിട്ട് തന്നെ ജീവിക്കുന്നില്ല, അവൻ ക്രിസ്തുവിന് വേണ്ടി തന്നെ ജീവിക്കുന്നു. ഇങ്ങനെയുള്ളവർ മറ്റേ ചെകിടും ഒരു കന്നത്തടിച്ചാൽ മറ്റേ കനവും കാണിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ളവർ അകക്കുപ്പായം ചോദിച്ചാൽ പുറക്കുപ്പായവും നൽകും. 2, 4, 5, 10 മൈൽ നടക്കുവാൻ താല്പര്യപ്പെടും. ഇങ്ങനെയുള്ളവർ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് നൽകുന്നു, തനിക്കായി തന്നെ ചിന്തിക്കുന്നില്ല. കർത്താവിൻ്റെ ഈ ഉപദേശവുമായി നാം ജീവിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും അവനവനെ തന്നെ ശോധന ചെയ്യട്ടെ, പരിശോധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗാഡ് ബ്ലസ് യു ഓൾ.